ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി രേവതിയെ കൂട്ടിക്കൊണ്ട് വരുമെന്നുള്ള വാശിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുക. ആ സമയത്ത് ചന്ദ്ര അത് സമ്മതിച്ചില്ല. പക്ഷെ ആര് പറഞ്ഞാലും തൻ്റെ ഭാര്യയെ താൻ കൂട്ടിക്കൊണ്ട് വരുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് ഇറങ്ങിപ്പോണു. ആ സമയത്ത് സുധിയും ശ്രുതിയും ഭയങ്കര സന്തോഷത്തോടെ ത്രില്ലടിച്ചിങ്ങനെ ഇരിക്കട്ടെ അവിടെ. അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടക്കുന്നു. പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ ഈ ഒരു വീഡിയോ കാണുക. പട്ടാ പകല സാറേ ഇത് കണ്ടത്, അല്ല ഇത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ പരാതിയിൽ നമുക്ക് കേസ് എടുക്കത്തില്ലേ സാറേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിൽ നമുക്ക് ആർക്കും പരാതിയൊന്നും തന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇല്ല, അപ്പോൾ സംഭവം നടന്നിട്ട് കുറച്ചായി, പക്ഷേ വീഡിയോ പുറത്തു വരുന്നത് ഇപ്പോഴാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ ഈ പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നാൽ അതെന്താ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇവർ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് SI അങ്ങോട്ടേക്ക് വരുന്നത്. SI വന്ന ഈ ഒരു വീഡിയോയുടെ കാര്യങ്ങൾ ചോദിച്ചു. വീഡിയോയുടെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതെ സാറേ ഞങ്ങളും അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കണം എന്ന കാര്യമൊക്കെ ഈ SI പറയാം ഇവരോട്. ആ വീഡിയോയിൽ മോഷ്ടാവിൻ്റെ മുഖം വ്യക്തമായിട്ട് അറിയാമെന്നും പിന്നെ അവൻ എവിടെയാണെന്ന് ആരാണെന്നോ ശരിക്കും അന്വേഷിച്ച് വേഗം തന്നെ കണ്ടെത്തണമെന്നും പറഞ്ഞു. അവനെ തൂക്കിയെടുത്തുകൊണ്ട് വരാനും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് SI പോലീസുകാരെ പറഞ്ഞു വിടുക. ഈ സമയത്ത് അവിടെ വീട്ടിൽ എണ്ണിപ്പറക്കി ഓരോന്ന് കരഞ്ഞും പറഞ്ഞു അങ്ങനെ ഇരിക്കുക നമ്മുടെ ലക്ഷ്മി അമ്മ കേട്ടോ. അപ്പോഴാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചി വന്നപ്പം രേവതി ഓടി സച്ചേട്ടാന്നും പറഞ്ഞു ഓടി ചെന്നൂട്ടോ. എന്നിട്ട് സച്ചി കെട്ടിപ്പിടിച്ചൊരൊറ്റ കരച്ചിലായിരുന്നു. രേവതി നീ എന്തിനിങ്ങനെ കരയുന്നേ രേവതി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ചോദിക്കുക. കരയാതിരിക്കുക, കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കണു. പക്ഷെ സച്ചിക്ക് ഇവരെ സമാധാനിപ്പിക്കാനും പറ്റുന്നില്ല. തൻ്റെ ഫോണിൽ നിന്നാണ് ഇത് പോയതെന്നുള്ള കാര്യം സച്ചിക്കും അറിയാം. അപ്പോഴത്തേക്ക് ലക്ഷ്മി അമ്മ വന്നിട്ട് മോനെ എന്നോട് ക്ഷമിക്കാം മോനെ എന്ന് പറഞ്ഞു. എന്തിന് അമ്മ എന്ത് തെറ്റാ ചെയ്തേ, ഞാൻ എന്തിനും ക്ഷമിക്കുന്നതെന്നൊക്കെ സച്ചി ഇങ്ങനെ ലക്ഷ്മി അമ്മയോട് ചോദിച്ചു. അപ്പം അന്ന് ശരത്തിൻ്റെ കൈ ഓടിച്ചപ്പോൾ സത്യം അറിയാതെ അമ്മ എന്തൊക്കെയാ മോനെ പറഞ്ഞതെന്ന് അമ്മ ചോദിക്കാം. ഇപ്പോഴാ അമ്മ എല്ലാം അറിഞ്ഞത്. അവൻ ചെയ്ത തെറ്റിന് മോൻ അവനെ വേറെ ഒന്നും ചെയ്യാതിരുന്നത് മോൻ്റെ നല്ല മനസ്സുകൊണ്ടാണെന്ന കാര്യമൊക്കെ ഇങ്ങനെ അമ്മ പറയാം കേട്ടോ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം ദേവും ഞങ്ങളൊക്കെ സച്ചേട്ടനെ ഒരുപാട് തെറ്റിദ്ധരിച്ചു, കുറ്റപ്പെടുത്തി. അപ്പോഴൊന്നും സച്ചേട്ടൻ ഒന്നും ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. നടന്നതൊക്കെ മനസ്സിൽ വെച്ച സച്ചേട്ടൻ ശരിക്കും അവനെ രക്ഷിക്കുകയായിരുന്നില്ലേ, ഞങ്ങളോട് ക്ഷമിക്കും സച്ചേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവും ഇങ്ങനെ സച്ചോട് ക്ഷമയൊക്കെ ചോദിക്കും കേട്ടോ. രേവതി നിന്ന് കരച്ചിലോ കരച്ചിൽ. അവൻ ആദ്യം നിൻ്റെ ബൈക്ക് മോഷ്ടിച്ചു, അത് കാരണം അവൻ്റെ അച്ഛൻ പോയത്. ഇപ്പോൾ എന്നിട്ടും അവൻ പഠിച്ചില്ലല്ലോ മോനെ, തിരുത്താനും ശ്രമിച്ചില്ലല്ലോ മോനെ, വീണ്ടും അവൻ അതേ പ്രവൃത്തി തന്നെ ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ സാരമില്ലമ്മ എന്ന് പറഞ്ഞ് സച്ചി അമ്മയെ സമാധാനിപ്പിക്കും. അവൻ്റെ ഭാഗം നിന്ന് ഞാനും സച്ചേട്ടനെ ഒരുപാട് കുറ്റപ്പെടുത്തി, ഞാൻ നിങ്ങളെ മനസ്സിലാക്കിയില്ലല്ലോ സച്ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടം. എന്നോട് ക്ഷമിക്കെന്നും പറഞ്ഞ് സച്ചിയുടെ കാല് പിടിക്കുക രേവതി. എന്താ രേവതി നീ കാണിക്കുന്നത്, എങ്ങനെയൊന്നും ചെയ്യല്ലേ, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. കരയാതെ സമാധാനമായിട്ട് ഇരിക്കുക, നിങ്ങളെല്ലാവരും ഇങ്ങനെ കരയുന്നത് ആദ്യം നിർത്തുന്നു, കരയാതിരിക്കുക രേവതി എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക സച്ചി. കരയരുതെന്നല്ലേ ഞാൻ പറഞ്ഞത്, നീ കരയല്ലേ. അപ്പോൾ ഈ വിവരം പുറത്തറിഞ്ഞ കുടുംബത്തിനുണ്ടാകുന്ന അപമാനം അറിയാവുന്നത് കൊണ്ട് സച്ചേട്ടൻ നടന്നത് ആരോടും പറഞ്ഞില്ലല്ലേ എന്ന് ചോദിച്ചു. അമ്മ ഇതറിഞ്ഞാൽ എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം പറയാം രേവതി. അതുകൊണ്ടാണോ സച്ചേട്ടൻ ഇതെല്ലാം മൂടി വെച്ചതെന്നൊക്കെ ഇങ്ങനെ രേവതി പറയാം. ഞങ്ങൾ കുറ്റപ്പെടുത്തുമ്പോഴും സച്ചേട്ടൻ അതെല്ലാം സഹിച്ചും ക്ഷമിച്ചും നിന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല സച്ചേട്ടനെ ഇതൊന്നും അറിയാതെ ഞാൻ കുറ്റപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞ് രേവതി കരയണം. അപ്പോൾ എൻ്റെ ഭാഗത്തുകൊണ്ട് തെറ്റ്, എൻ്റെ ഭാഗത്ത് ഞാൻ അത് സൂക്ഷിച്ചു വെച്ചതുകൊണ്ടാണ്, മറ്റാരും ഇത് അറിയില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇങ്ങനെ സംഭവിക്കാൻ ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ പേരിൽ അവന് ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞതാണ്. അവൻ ഇങ്ങനെ ചെയ്യാൻ കാരണം എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ അവനെ അപമാനിച്ചതൊന്നും താങ്ങാൻ അവന് സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ വാശിക്ക് അവൻ അറിയാതെ ചെയ്തു പോയതാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സച്ചേട്ടാ എനിക്കിപ്പോഴെല്ലാം മനസ്സിലാകുന്നത് ആ വീഡിയോ മറ്റാരെങ്കിലും കാണുമെന്നുള്ളൊരു പേടിയായിരുന്നല്ലേ സച്ചേട്ടന്, അതുകൊണ്ടാണല്ലേ മൊബൈലിന് വേണ്ടിയിട്ട് സച്ചേട്ടൻ ഇത്രയും പരക്കം പാഞ്ഞുകൊണ്ടിരുന്നതെന്നൊക്കെ രേവതി ചോദിക്കുമ്പോൾ ഞാൻ പേടിച്ച് തന്നെ സംഭവിച്ചു. ആ വീഡിയോ പുറത്തായെന്നും എല്ലാവരും അത് കണ്ടു എന്നുള്ള കാര്യവും പറയാം. അപ്പോൾ എൻ്റെ ഈശ്വരാന്നും പറഞ്ഞുകൊണ്ട് രേവതി ചങ്കത്ത് കൈവച്ച് ഭയങ്കര കരച്ചില്ല. അപ്പോൾ സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു, ഇനിയിപ്പോൾ കരഞ്ഞിട്ട് എന്താ കാര്യമൊന്നും സച്ചി രേവതിയോട് ചോദിക്കുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കണം, നമ്മളതല്ലേ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടേ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസുകാർ ഇവരുടെ വീട്ടിൽ വന്നു. അപ്പോൾ താൻ സച്ചിയല്ലേ എന്ന് ചോദിച്ചു. അതെ എന്താ സാർ എന്ന് ചോദിച്ചു കേട്ടോ. ഇത് ശരത്തിൻ്റെ വീടല്ലേ? അതെ. അവനെന്തിയേ, അവനൊന്നും വിളിച്ചേ, അവനോട് ഇല്ലയെന്ന് പറഞ്ഞു, പുറത്തു പോയിരിക്കുകയാണെന്ന് പറഞ്ഞു കേട്ടോ. താൻ എന്നോട് കള്ളം പറയരുത് കേട്ടോ എന്ന് പോലീസുകാർ സച്ചിയോട്. എടോ താൻ കയറി നോക്കാൻ പറഞ്ഞു കൂടെ വന്ന പോലീസുകാരനോട്. എന്നിട്ട് അവരകത്ത് കയറി നോക്കുമ്പോൾ സാർ സത്യം പറയുന്നത്, കള്ളം പറയുന്നതല്ല, അവനിവിടെ ഇല്ല, അവനെവിടെ പോയെന്ന് ഞങ്ങൾക്ക് അറിയില്ല സാർ എന്ന് പറഞ്ഞു. കണ്ടവൻ്റെ മുതൽ മോഷ്ടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഇറങ്ങിയതായിരിക്കും അല്ലേ എന്നാൽ സാറ് ഇങ്ങനെ പറഞ്ഞപ്പോൾ സാർ എന്തീ പറയുന്നതെന്ന് ചോദിച്ചു സച്ചി. അവൻ മോഷ്ടിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, അത് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്, പോലീസുകാരെയാണ് എല്ലാവരും തെറി വിളിക്കുന്നതെന്നും ഈ ഏരിയയിൽ ഇങ്ങനെ ഒരു കള്ളനുള്ള കാര്യം ഞങ്ങളിതുവരെ അറിഞ്ഞില്ല എന്നൊക്കെ പറയാം. അങ്ങനെ നിങ്ങളോടൊക്കെ അറിവോട് കൂടിയാണോ അവൻ ഈ പണിക്കൊക്കെ ഇറങ്ങിയതെന്നൊക്കെ പോലീസുകാർ ചോദിക്കുമ്പം അയ്യോ സാർ അവൻ കള്ളനൊന്നും അല്ല,
ചെറിയ പയ്യനല്ലേ എന്ന് സച്ചി ചോദിച്ചു. അറിയാതെ ചെയ്തു പോയതാണെന്ന് പറഞ്ഞപ്പോൾ അറിയാതെ ചെയ്തു പോയതോ? അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലേടോ, നിങ്ങളൊക്കെ അവരുടെ ആരാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവൻ്റെ അമ്മയാ പെങ്ങളാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരിചയപ്പെടുത്തി. അവൻ എവിടെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്കറിയാം, പറയടാ അവൻ എവിടെയാണ് ഉള്ളത്, എവിടെയാന്ന് പറയണമെന്ന് ചോദിച്ചപ്പോൾ സാർ അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, പക്ഷേ അവനിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല, സത്യമായിട്ട് അറിയില്ല. അവൻ വന്നാൽ ഉടനെ ഞാൻ സ്റ്റേഷനിലേക്ക് വരാം. ഇത് നിങ്ങൾ വിശ്വസിക്കണോടാ? വീഡിയോ പുറത്തിറങ്ങിയ ഉടനെ അവൻ സ്ഥലം വിട്ടു അല്ലേ, എവിടെയോ ഒളിച്ചിരിക്കുക അവനെന്നൊക്കെ ഈ പോലീസ് പറയുക. പഠിച്ച കള്ളൻ തന്നെ എന്നൊക്കെ പറഞ്ഞപ്പോൾ സാർ അവനെ കള്ളനല്ല, ഞാൻ ആ വീഡിയോ കണ്ടില്ലേ, ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് അവൻ കാശ് മോഷ്ടിക്കായിരുന്നു, അത് കണ്ടിട്ട് പറ അവൻ കള്ളനാണോ അല്ലയോ എന്നുള്ളത്. സർ ആ വീഡിയോയിൽ കാണുന്നത് എൻ്റെ അമ്മയാണെന്ന് സച്ചി പറയുമ്പോൾ നിൻ്റെ അമ്മയോ, എന്നിട്ടാണോ അവൻ്റെ ഭാഗം ചേർന്ന് സംസാരിക്കുന്നതെന്ന് പോലീസ് ചോദിച്ചു. സർ കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല, എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ഭാര്യയും അവൻ്റെ വീട്ടുകാരെയും കണ്ണി കണ്ടുകൂടാ. ഒരു ദിവസം ശരത്ത് വീട്ടിൽ വന്നപ്പോൾ അമ്മയുടെ കാശ് കാണുന്നില്ല, അവനെ എടുത്തതെന്നും പറഞ്ഞ് അവനെ അവർ ഒരുപാട് അടിച്ചു. ചെയ്യാത്ത തെറ്റിനെ അവനെ അപമാനിച്ചു. ചെറിയ പയ്യനല്ലേ, അവന് മോഷ്ടാവ് എന്നൊക്കെ വിളിച്ചു. എന്നാൽ പിന്നെ മോഷ്ടിച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളെല്ലാം സച്ചി പറഞ്ഞു. അപ്പോൾ മോഷ്ടിച്ച കാശ് അവൻ തിരിച്ചു കൊടുക്കുകയും ചെയ്തതാ. കേസും അറസ്റ്റും ഒന്നും വേണ്ട സാർ, ഇതങ്ങ് വിട്ടേക്ക് സാർ എന്നൊക്കെ പറയുമ്പം വീട്ടിൽ നിന്ന് ആ വിഷയമൊക്കെ പുറത്തിറങ്ങിയില്ലേ, വീഡിയോ എല്ലാവരും കണ്ടു. അപ്പോൾ പിന്നെ കുറ്റം മുഴുവൻ പോലീസുകാർക്കാണെന്നും സോഷ്യൽ മീഡിയയിൽ തെറികൊണ്ട് മൂടുകയാണെന്നുള്ള കാര്യവും പറയാം കേട്ടോ. അതവർ നിർത്തണമെങ്കിൽ അവനെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന കാര്യം ഈ പോലീസുകാരിങ്ങനെ പറയുവാണ്. അവൻ എവിടെ ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു. പറഞ്ഞില്ലെങ്കിലേ നിങ്ങൾ എല്ലാവരും ലോക്കപ്പിലിടുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുക സാർ എന്ന് പറഞ്ഞ് ഇവർ നിന്ന് കരച്ചില്ല. അപ്പം ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു കേട്ടോ. അവർ ലക്ഷ്മി അമ്മ ഇങ്ങനെ കൈ കൂപ്പി പറഞ്ഞു, സത്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല സാർ, അറിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ പറയാത്തതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സച്ചി പറഞ്ഞു അവൻ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരും, അപ്പോൾ അവനെയും കൂട്ടി ഞാൻ തന്നെ അങ്ങോട്ടേക്ക് വന്നോളാം സാർ എന്നൊക്കെ പറഞ്ഞു. സാർ അവനെ സ്റ്റേഷനിൽ ഹാജരാക്കിയതിന് ശേഷം ഇത് കുടുംബ പ്രശ്നമാണ്, പരാതിയൊന്നും ഇല്ലെന്ന് എഴുതി തന്നാൽ അവനെ വെറുതെ വിടുമല്ലോ അല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, നിങ്ങളുടെ അമ്മയുടെ കാശിലേ അവൻ മോഷ്ടിച്ചത്, ഇതൊരു കുടുംബ പ്രശ്നമാണ്, പരാതിയൊന്നും ഇല്ലയെന്ന് നിൻ്റെ അമ്മ എഴുതി തന്നാൽ അവനെ വിടാവുന്ന കാര്യം പറഞ്ഞു. അയ്യോ അതൊരിക്കലും നടക്കില്ല, അപ്പോൾ അത് ഇവർക്കറിയാം എന്തായാലും ഇത് സംഭവിക്കില്ല എന്നുള്ളത്. ശരി സാർ എന്ന് പറഞ്ഞു സച്ചി. അവനെ അവിടെ നിന്ന് പെട്ടെന്ന് സ്റ്റേഷനിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് പോലീസ് അങ്ങ് പോയി. ഇവരെല്ലാവരും ആകെ തകർന്ന് നിൽക്കുക. അപ്പോൾ അവനെങ്ങാനും അവൻ കാരണം സ്റ്റേഷനിലെങ്ങാനും പോകേണ്ടതായിട്ട് വന്ന് പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് അച്ഛൻ്റെ ഫോട്ടോ നോക്കി പറഞ്ഞ് ലക്ഷ്മി അമ്മ ചങ്ക് പൊട്ടി കരയണം. മൊത്തം പ്രശ്നമായി. അപ്പോൾ അമ്മ എന്തൊക്കെ ഈ പറയണേന്ന് ചോദിച്ച് സച്ചി എന്ന് അമ്മയെ സമാധാനിപ്പിക്കാം. അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കും സച്ചേട്ടാ, അവൻ്റെ ഭാവി ഇല്ലാണ്ടായില്ലേ സച്ചേട്ടാ എന്നൊക്കെ ചോദിച്ച് പറയുമ്പോൾ നീ വിഷമിക്കാതെ രേവതി, നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സച്ചിയിൽ നിന്ന് ആലോചിക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ദേവുവിൻ്റെ ഫോണിലേക്ക് ഒരു പവി എന്ന് പറയുന്ന പുള്ളിയുടെ കോൾ വന്നു. ഹലോ പവിയേട്ടാ, അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഞങ്ങളിപ്പോൾ വരാമെന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ ശരത്ത് കെട്ടിടത്തിൻ്റെ മേളിൽ കയറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അവരവിടുന്ന് ജീവനും കൊണ്ട് ഓടി. അപ്പോഴേക്കും ഇവർ ആ കെട്ടിടത്തിൻ്റെ അവിടെ ചെന്നപ്പോഴേ അവൻ്റെ അവിടെ മുകളിൽ കയറി നിൽക്കുക, അവിടുന്ന് ചാടുമെന്നും പറഞ്ഞുകൊണ്ടെന്നൊക്കെ പറയാം. അപ്പോൾ പക്ഷെ ഞാൻ അവനെ കണ്ടതിന് ശേഷം അവിടെയെല്ലാം കയറി നോക്കി, അവിടെയൊന്നും അവനെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ഓടിച്ചെന്ന് അവിടെ എല്ലാം നോക്കുക, പക്ഷെ അവിടെ ഒന്നുമില്ല. അപ്പോഴേക്കും സച്ചി ഇങ്ങനെ ചുമ്മാ ഒരു സൈഡിലേക്ക് നോക്കിയപ്പോൾ ചാടാൻ പാകത്തിന് ശരത്ത് ഇങ്ങനെ നിൽക്കുക. മോനെ ശരത്തേ എടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഓടിച്ചെന്നു. മറ്റവരെല്ലാം പിന്നാലെ ഓടി നടക്കുക. ചെന്നപ്പോൾ ഇപ്പോൾ വീഴാൻ പാകത്തിന് നമ്മുടെ ശരത്ത് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അയ്യോ ഭയങ്കര പ്രശ്നമായി. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം. അപ്പോഴത്തേക്കും സച്ചി എന്നും മോനെ എന്നും വിളിച്ച് ഇങ്ങനെ ഇപ്പോൾ ഒരു അകലിട്ട് നിൽക്കുകയാണ്. കാരണം സച്ചി അടുത്തേക്ക് എന്നാൽ ചാടുമെന്നുള്ള രീതിയിലാണ്. ശരത്ത് നിന്ന് ഭയങ്കര കരച്ചിൽ, ചങ്ക് പൊട്ടി കരയുന്നു. എന്നിട്ട് ശരത്ത് ഇങ്ങനെ ചാടാൻ നോക്കുമ്പോൾ നീ ചാടരുത് മോനെ ചാടരുതെന്ന് പറഞ്ഞു. എൻ്റെ അടുത്തേക്ക് വരരുതെന്ന് പറഞ്ഞുകൊണ്ട് ശരത്ത്. ആൾക്കാരെല്ലാം താഴെ കൂടി. ആ സമയത്ത് മോനെ ഞാൻ പറയുന്നത് കേൾക്കുന്നു പറഞ്ഞു രേവതി അമ്മയും ഒക്കെ വന്ന് ഭയങ്കര കരച്ചിൽ. ഞാൻ ഇപ്പം ചാടും എന്നും പറഞ്ഞു ശരത്ത്. ഞാൻ കാരണം എൻ്റെ ചേച്ചിയുടെ ജീവിതം തകർന്നു, എൻ്റെ അമ്മയുടെയും ചേച്ചിമാർക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാണ്ടായി, ഞാനിനി ജീവിച്ചിരിക്കുന്നില്ലെന്ന് പറഞ്ഞു ശരത്ത്. എടാ മോനെ ഞാൻ പറയട്ടെ, നീ ഒന്നും ചെയ്യല്ലേ, നീ അവിവേകമൊന്നും കാണിക്കില്ല എന്ന് പറഞ്ഞു സച്ചി ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് ആരും വരരുത്, എൻ്റെ അടുത്തേക്ക് വരരുതെന്നും പറഞ്ഞുകൊണ്ട് ശരത്ത് വരരുതെന്നാ പറഞ്ഞു. അപ്പോൾ മോനെ വേണ്ട ചെയ്യല്ലേടാ മോനെന്നും പറഞ്ഞു ലക്ഷ്മി അമ്മ. മോൻ ചാടല്ലേ മോനെന്നും പറഞ്ഞു രേവതി. ഇനി ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്, ഞാൻ മരിക്കേണ്ടവനാന്നൊക്കെ പറഞ്ഞാണ് ശരത്ത് കരയുന്നത്. എടാ മോനെ നീ അങ്ങനെയൊന്നും പറയല്ലേ, എന്താടാ ശരത്ത് അങ്ങനൊന്നും പറയല്ലേടാ ശരത്ത് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ രേവതി. അപ്പോഴേക്കും സച്ചി ചെല്ലുമ്പോൾ സച്ചിയുടെ വരരുതെന്നും പറഞ്ഞുകൊണ്ട് ചാടാൻ ഭാഗത്തിന് നിൽക്കുക. അപ്പം ഞാൻ വരുന്നില്ല, നീ ചാടല്ലേ മോനെ, നീ അവിവേകമൊന്നും കാണിക്കല്ലേ മോനെ, നമുക്ക് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു. ഇനി സംസാരിച്ചിട്ട് എന്താ കാര്യം, ഈ ലോകത്തിന് മുന്നിൽ ഞാൻ കള്ളനായില്ലേ, ഞാൻ കാരണം എൻ്റെ ചേച്ചിയുടെ ജീവിതം പോയി, ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യമുള്ളതെന്നൊക്കെ ചോദിച്ചിങ്ങനെ നമ്മുടെ ശരത്ത് ഇങ്ങനെ പറയണം. അപ്പോഴേക്കും നമ്മുടെ
അമ്മയുടെ ഒക്കെ കയ്യിൽ നിന്ന് പോയി. നീ കരുതുന്നത് പോലെയല്ല, ഇതൊരു ചെറിയ പ്രശ്നമാടാ, നമുക്ക് ഇത് സോൾവ് ചെയ്യടാ, നീ വാടാ, നീ വരാൻ പറഞ്ഞു. അപ്പം ഇനി ഒന്നും സോൾവ് ചെയ്യാനില്ല, എൻ്റെ ജീവിതം ഞാൻ തൊലച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരത്ത് ഇങ്ങനെ കരഞ്ഞു. ഇനി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ശരത്തെ നീയേ ഉള്ളൂ ഞങ്ങൾക്ക്, ഇങ്ങ് വാടാ എന്നും പറഞ്ഞുകൊണ്ട് ദേവു. അപ്പം നീ ഇങ്ങ് വാടാ ശരത്തെ എന്നും പറഞ്ഞ് രേവതി, ഞാൻ കാരണം എൻ്റെ അച്ഛൻ മരിച്ചേ, ഞാൻ കാരണം നിങ്ങളും അപമാനിക്കപ്പെട്ടു, ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ കാരണം അച്ഛനെ പോലും അമ്മയെ മരിക്കേണ്ടി വരുമെന്ന് അമ്മ പറഞ്ഞില്ലേ, അപ്പം ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, ഞാൻ അങ്ങനെ ചെയ്യില്ല മോനെ എന്ന് പറഞ്ഞു. എൻ്റെ അമ്മ പോകരുത്, ഞാൻ പൊക്കോളാവെന്നും പറഞ്ഞു ശരത്ത്. അപ്പം നീ അങ്ങനെയൊന്നും പറയല്ലേ, അമ്മ അറിയാതെ പറഞ്ഞു പോയതാടാ, നീ അമ്മയോട് നീ ക്ഷമിക്കുന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഭയങ്കര കരച്ചില്ല. അമ്മയോട് ക്ഷമിക്കടാന്നും പറഞ്ഞു അമ്മയും കരച്ചില്ല. അപ്പം അമ്മ പറയുന്നത് കേൾക്കടാ മോനെ, അമ്മ പറയുന്നത് കേൾക്കടാ ശരത്തെ, അമ്മ പറയുന്നത് കേൾക്കടാ എന്നും പറഞ്ഞുകൊണ്ടായി. പിന്നെ നമ്മുടെ സച്ചി ഞാൻ ചാടും എന്നും പറഞ്ഞു ശരത്ത്. എടാ മോനെ പറയുന്നത് കേൾക്കടാ, എടാ അതേ ബിൽഡിങ്ങിന് വലിയ ഹൈറ്റ് ഒന്നും ഇല്ല കേട്ടോ, ഇവിടുന്ന് ചാടിയ നീ വിചാരിച്ചതുപോലെ ഒന്നും നടക്കില്ല, നിന്റെ കുറേ എല്ലൊടിയും അത്രയും നടക്കുള്ളൂ കേട്ടോ എന്നൊക്കെ സച്ചി പറഞ്ഞു. എല്ലൊടിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണമെന്നൊക്കെ ചോദിച്ചു. പോലീസ് എന്നെ അന്വേഷിക്കുന്നുണ്ടെന്നും പോലീസ് എന്നെ പിടികൂടി എനിക്ക് ജയിലിൽ പോകേണ്ടി വരുമെന്നൊക്കെ പറയാം, എനിക്ക് പേടിയാവുമോ, ഞാൻ മരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വേണ്ട മോനെ, വേണ്ടടാ മോനെ, നീ ചാടലേടാന്നും പറഞ്ഞുകൊണ്ട് സച്ചി. ശരത്ത് ഇപ്പം ചാടുമെന്നും പറഞ്ഞതേ. അങ്ങനെ നമ്മുടെ ശരത്തെടുത്ത് ചാടാൻ നോക്കും, സച്ചി ചാടി കയറി അവനെ പിടിച്ചു. അവനങ്ങനെ ഇങ്ങോട്ട് ഉന്തിയിട്ടു, പുറകെ സൈഡിലേക്ക് ഉന്തിയിട്ടു. തലനാരിഴയ്ക്ക് നമ്മുടെ ശരത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. പിടിച്ച് വലിച്ച് ശരത്തിനെ ഇങ്ങനെ ഇവരിങ്ങോട്ട് മാറ്റിക്കൊണ്ട് നിർത്തി. അമ്മയും ചേച്ചിമാരും കൂടെ കെട്ടിപ്പിടിച്ച് നിന്ന് കരയാം. നീ എന്താടാ ഈ കാണിച്ചത്, നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച്. നിനക്ക് നേരെ വട്ടായോ, നീയൊക്കെ എന്തിനാടാ പഠിച്ചതെന്നൊക്കെ സച്ചി ചോദിക്കുക. ഒരു പ്രശ്നം വന്നാൽ അത് നേരിടണം, പരിഹരിക്കണം, അല്ലാതെ ജീവൻ കളയാണോടാ വേണ്ടതെന്നൊക്കെ സച്ചി ഇങ്ങനെ ചോദിച്ചു. നല്ല ബീക്ക് വെച്ച് തരിക വേണ്ടതെന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ ശരത്തിന് വഴക്ക് പറഞ്ഞു. അപ്പോൾ എന്തിനാടാ ശരത്ത് നീ ഇങ്ങനെയൊക്കെ കാണിച്ചത്, ഞങ്ങളെക്കുറിച്ച് ഓർത്തോടാ നീ എന്നൊക്കെ സച്ചിയും രേവതിയൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പം നീ ഇല്ലാണ്ടായ അമ്മ ജീവിച്ചിരിക്കുമെന്ന് നീ കരുതിയോടാ എന്നൊക്കെ ലക്ഷ്മി അമ്മ ചോദിക്കുമ്പം അമ്മ ആദ്യം ഇങ്ങനെയുള്ള സംസാരം ഒന്ന് നിർത്താൻ പറഞ്ഞു സച്ചി. അങ്ങനെ ഇവർ തമ്മിൽ ഈ കാര്യമൊക്കെ സംസാരിക്കുമ്പം ഞാൻ ജയിലിൽ പോവേണ്ടി വരുമെന്നും എനിക്ക് പേടിയാവും അമ്മയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരത്ത് കരയണു. അപ്പോൾ ജയിലിൽ പോകേണ്ടി വരുമെന്ന് നിന്നോട് ആരാ പറഞ്ഞത്, ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കിയല്ലേടാ, പിന്നെ എങ്ങനെ നീ ജയിലിൽ പോകും, നീ ജയിലിലേക്കൊന്നും പോകേണ്ടി വരില്ല, ഞാനല്ലേടാ നിന്നോട് പറയുന്നത് എന്നൊക്കെ സച്ചി ഇങ്ങനെ ശരത്തിനോട് പറയുവാണേ. ആ സമയത്ത് തൽക്കാലം ഇപ്പം നീ വീട്ടിലേക്ക് പോവേണ്ട, ഒരു പോലീസിനും കണ്ടെത്താൻ കഴിയാത്തവരടുത്ത് നിന്നെ ഞാൻ കൊണ്ടുപോയി താമസിപ്പിച്ചോളാമെന്ന് സച്ചി പറഞ്ഞു. എന്നിട്ട് എടാ ഞങ്ങളൊക്കെ അല്ലടാ നിൻ്റെ കൂടെയുള്ള, നീ എന്തിനാ വിഷമിക്കുന്നത്, ധൈര്യമായിട്ടിരിക്കടാന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഈ ലോകം മുഴുവനും കുറ്റപ്പെടുത്തിയാലും ഞാനില്ലടാ നിൻ്റെ കൂടെയെന്നും സച്ചി ശരത്തിനോട് ചോദിക്കുക. രേവതി ഇതൊക്കെ കണ്ട് അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ, സച്ചേട്ടൻ്റെ സ്നേഹത്തിന് മുന്നിൽ ഒന്നും പറയാനില്ലാതെ. അപ്പോൾ ഈ ഏട്ടൻ കൊണ്ടുപോകും നിന്നെ, ആരും വരാത്ത ആരുടെയും ശ്രദ്ധ പറ്റാത്ത ഒരിടത്തേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകുമെന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ ശരത്തിനെയും കൊണ്ട് പോകുക കേട്ടോ. അപ്പോൾ അത് അവരിങ്ങനെ വരുന്നു, കൂടെ രേവതിയുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് സച്ചേട്ടാ പോകുന്നതെന്ന് രേവതി ചോദിച്ചപ്പോൾ അതൊക്കെ ഞാൻ പറയാം, നീ ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ശരത്തിനെയും കൊണ്ട് നമ്മുടെ സച്ചി ഒരിടത്ത് വന്നിങ്ങനെ നിൽക്കുക കേട്ടോ. എന്തായി ഏതായി എന്നൊക്കെ ഇനി അടുത്ത ദിവസം അറിയാം. മിക്കവാറും നമ്മുടെ ഒന്നെങ്കിൽ അച്ഛമ്മയുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ശ്രുതിയുടെ വീട്ടിലേക്കൊക്കെ ആയിരിക്കും കൊണ്ടുവന്നാക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.